അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു സൃഷ്ടിച്ച വാഹനാപകടം. ഡിസംബർ 24 രാത്രിയാണ് അപകടം നടക്കുന്നത്. കോട്ടയം ഭാഗത്തു നിന്നെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. നടൻ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന സിറ്റ്കോമിൽ സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് വരികയായിരുന്നു താരം. അതിനിടയിലാണ് അപകടവും കേസും വിവാദങ്ങളും ഒക്കെയും ഉണ്ടായത്. കേസും വിവാദവുമായ ശേഷം സോഷ്യൽ മീഡിയ അടക്കം സിദ്ധാർത്ഥ് പ്രഭു ഡീആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. സംഭവം നടന്ന് 1.5 മാസം പിന്നിടുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിരികെ എത്തിയിരിക്കുകയാണ് യുവനടൻ. ജയ് ശ്രീറാം എന്ന എഴുത്താണ് സിദ്ധാർത്ഥിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്ചർ. കമന്റ് ബോക്സ് എല്ലാം ഓഫാക്കിയിട്ടുമുണ്ട്. പുതിയ പോസ്റ്റ് ഒന്നും പങ്കിട്ടിട്ടുമില്ല. 1.5 ലക്ഷത്തിന് അടുത്ത് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജായിരുന്നു സിദ്ധാർത്ഥിൻ്റേത്. അപകടം നടന്ന് കേസും വിവാദവും ഉണ്ടായപ്പോൾ താരം പ്രൊഫൈൽ ഹൈഡ് ചെയ്യുകയായിരുന്നു. പ്രൊഫൈൽ ആക്റ്റീവായതോടെ കേസ് ഒത്തുതീർപ്പാക്കിയോ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടന് നേരിടേണ്ടി വന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ബാലതാരമായി അഭിനയരംഗത്ത് എത്തിയതാണ് സിദ്ധാർത്ഥ് പ്രഭു. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും എന്ന സിറ്റ്കോമിൽ മഞ്ജു പിള്ളയുടെ മകന്റെ വേഷമായിരുന്നു സിദ്ധാർത്ഥിന്. നടന്റെ സഹോദരി ഭാഗ്യലക്ഷ്മിയും സിറ്റ്കോമിൽ ഭാഗമായിരുന്നു. ഇപ്പോഴിതാ ഉപ്പും മുളകും-ലെ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ പ്രൊമോയിലെ ഹൈലൈറ്റ് തന്നെ സിദ്ധുവിൻ്റെ തിരിച്ചുവരവാണ്. സിദ്ധു പാറമട വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നീണ്ട നാളത്തെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചു എന്ന് തന്നെ പറയാം. സിദ്ധുവിൻ്റെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഘോഷിക്കുകയാണിപ്പോൾ.